കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരിനാമകീർത്തനം ശ്ലോകം 35. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടനിന്ദ്രാത്മജന്നു യുധി തേർപൂട്ടി നിന്നുപതാ ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജനെ. ഹരിനാരായണായ നമഃ. ഭഗവാന്റെ ഈ പ്രത്യക്ഷത്തിൽ പരസ്പര വിരുദ്ധമായി തോന്നുന്ന ലീലകളൊക്കെ എന്താ അതിനൊരു എക്സ്പ്ലനേഷൻ? ഭഗവാൻ ഇങ്ങനെ പക്ഷപാതം പാടുമോ ആൾക്കാരോട് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുമെങ്കിലും അങ്ങനെയൊന്നും വിചാരിക്കാൻ വയ്യ. അതിന് ഇതുപോലെ തന്നെ രണ്ടാളോട് രണ്ട് തരത്തിൽ പെരുമാറിയതിൻ്റെ ഒരു അനദർ എപ്പിസോഡാണ് ഈ 35 പറയണം കേട്ടോ. നമുക്ക് നോക്കാം. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കി. അത് പറയുമ്പോൾ തന്നെ നമുക്ക് എവിടെയാണ് ഭഗവാൻ നമുക്കറിയാം അല്ലേ. അതായത് ഭഗവാൻ എന്താണ് മഹാഭാരത യുദ്ധത്തിൻ്റെ സമയത്ത് ആണല്ലോ ചമ്മട്ടിയും കടിഞ്ഞാണും ഒക്കെ മുറുക്കി അർജുനൻ്റെ തേരാളിയായത്. അപ്പോൾ ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാറ് മുറുക്കി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അവതാരം എടുത്തിട്ട ഈ ദ്വാപരയുഗത്തിൽ ഭഗവാൻ ചാട്ടെടുത്ത് കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ഇന്ദ്രാത്മജൻ ആരാണ്? അർജുനൻ. അർജുനൻ്റെ അച്ഛൻ ഇന്ദ്രനാണല്ലോ. ഇന്ദ്രനെ സ്മരിച്ചപ്പോഴാണല്ലോ കുന്തിക്ക് അർജുനൻ ഉണ്ടായത്. അപ്പോൾ ഇന്ദ്രാത്മജൻ എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ തേരാളിയായില്ലോ യുധി അല്ലേ. മഹാഭാരത യുദ്ധത്തിൽ തേർ പൂട്ടി നിന്നു. തേരാളിയായി അർജുനൻ്റെ. അത്ര എന്ത് വേണമെങ്കിൽ ചെയ്യും ഭക്തവത്സലനായിട്ടുള്ള ഭഗവാൻ ഭക്തന് വേണ്ടിയിട്ടും തെളിയിച്ചും കൊണ്ട് അർജുനൻ്റെ തേരാളിയായി. എന്നിട്ടതിൽ നമ്മൾ പറയൂലോ ആ കുതിരയെ കഴുകുക മാത്രമല്ല നമുക്കറിയാലോ. അപ്പോൾ അതായത് ഞാൻ അതിലേക്ക് വരാം. ഈ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞിട്ട് പോവാം. തേര് തെളിച്ചു കൊടുത്തു. ബദാ, വളരെ ആശ്ചര്യം തന്നെ. എന്തുകൊണ്ടാണ് ആശ്ചര്യം വെച്ചാൽ ചെമ്മേ മറഞ്ഞ്. എന്നാൽ രാമാവതാരത്തിൽ ത്രേതായുഗത്തിൽ രാമാവതാരത്തിൽ ചെമ്മേ മറഞ്ഞ് നല്ലോണം വേണ്ട പോലെ മറഞ്ഞ് നിന്ന് എന്ത് ചെയ്തു? ഒരു ശരം കൊണ്ട് കൊന്നതും. ഒരൊറ്റ ശരം കൊണ്ട് ആരെ കൊന്ന്? ഒളിയമ്പെയ്ത് കൊന്നൂലോ മറിഞ്ഞു നിന്നിട്ട്. ആരെ? വേറൊരു ഇന്ദ്രാത്മജനെ. ഇതേ ഭഗവാൻ തന്നെയാണ് ഇന്ദ്രാത്മജനായിട്ടുള്ള അർജുനൻ്റെ തേരാളിയായി യുദ്ധത്തിൽ. അതേ ഭഗവാൻ തന്നെ ഇന്ദ്രാത്മജൻ തന്നെയായ ബാലിയെ ഒളിയമ്പെയ്ത് നമുക്ക് അന്യായ തോന്നണ പോലെ കൊല്ലുകയും ചെയ്തു. ഹരിനാരായണായ നമഃ. ഇതിൻ്റെയൊക്കെ ആശ്ചര്യം എന്നല്ലാണ്ട് എന്താ പറയുക? ഇതിൻ്റെയൊക്കെ പൊരുൾ മനസ്സിലാക്കാൻ എന്നെക്കൊണ്ട് കഴിയണില്ലേ? അങ്ങനെ വിചാരിക്കാം. പക്ഷേ ബാലിക്കും മോക്ഷം കിട്ടി. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ ഒന്ന് പറയാം, ബാലിയും ഭക്തൻ തന്നെയാണ്. പക്ഷെ കുറച്ച് ദുഷ്ടത കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സുഗ്രീവനെ തെറ്റിദ്ധരിച്ച് സുഗ്രീവൻ്റെ ഭാര്യയൊക്കെ സ്വന്താക്കുകയൊക്കെ ചെയ്തുല്ലോ. അപ്പോൾ അതുകൊണ്ടൊരു ദുഷ്ടത ഉണ്ടായി. അതുകൊണ്ടാണെന്ന് പറയാം. എന്തായാലും അതിനുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ റെലവൻ്റ് അല്ല, അത് ഞാൻ പറയുന്നില്ല. അതായത് ഈ മഹാഭാരത യുദ്ധത്തിൽ അതായത് നമ്മളെ 35 ചെയ്യണം. ഓക്കെ. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ എന്താണ് ഭഗവാൻ അർജുനെ സഹായിച്ചു. അതായത് ദുര്യോധനോട് പറഞ്ഞു. ദുര്യോധന അർജുനനും കൂടി ഇരിക്കുമ്പോൾ പറയും, എനിക്ക് നിങ്ങളെ ഒരുപോലെയാണ്. ഒരാൾക്ക് എന്നെ തന്നെ തരാം, പക്ഷെ ഞാൻ ആയുധം എടുക്കില്ല. പക്ഷേ ഞാൻ നിങ്ങളെ യുദ്ധത്തിൻ്റെ കൂടെ ഉണ്ടാവാം. മറ്റേ ആൾക്ക് എൻ്റെ സൈന്യത്തിനെ മുഴുവനെ തരാം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അർജുനൻ സ്വീകരിച്ചത് ഭഗവാനെയാണ്. ഭഗവാൻ മാത്രം ആയുധം എടുക്കൂല്ല കേട്ടോ. പക്ഷേ ദുര്യോധന സന്തോഷമായി. യാദവ സൈന്യത്തിന് മുഴുവൻ കിട്ടി. അങ്ങനെയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഭഗവാൻ ആയുധം എടുക്കാതെ എല്ലാം വെറും കണ്ണുകൊണ്ട് തന്നെ അവർ ആ രഥം സേനയുടെയും നടുക്ക് നിർത്തിയപ്പോൾ തന്നെ കണ്ണുകൊണ്ട് എല്ലാവരുടെയും ജീവൻ അപഹരിച്ച് കളഞ്ഞു. അപ്പം തന്നെ കഴിഞ്ഞു അത്.
അപ്പോൾ അത്ര ഭഗവാൻ എന്ത് വേണമെങ്കിൽ സാധിക്കുമല്ലോ. അങ്ങനെ പിന്നെ ആരെ സഹായിച്ചു? അർജുനെ പൂർണ്ണമായിട്ടും പാണ്ഡവന്മാരെ എല്ലാ സമയത്തും, ഈ യുദ്ധത്തിൽ നല്ല അല്ലാത്തപ്പോഴൊക്കെ സഹായിച്ചല്ലോ. പക്ഷെ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും സഹായിച്ചിട്ട് മഹാഭാരത യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ 5 പാണ്ഡവന്മാർ മാത്രമേ ബാക്കിയുള്ളൂ എന്നായി അല്ലേ? അല്ല, പിന്നെ അശ്വത്ഥമാവുണ്ട്. അല്ലാതെ എല്ലാവരും മരിച്ചു. അത്രയ്ക്ക് ഭഗവാൻ സഹായിച്ചു അർജുനെ അല്ലേ? പ്രിയ സഖാവാണ് അർജുൻ. പക്ഷേ എന്നാൽ ശ്രീരാമാവതാരത്തിൽ നമുക്കത് ആലോചിച്ചാൽ വളരെ പരസ്പര വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ ഭഗവാന് പക്ഷപാതമുള്ളതായിട്ടും നമുക്ക് തോന്നും. കാരണം ഇന്ദ്രാത്മജൻ തന്നെയാണ് ബാലി ഭക്തനുമാണ്. എന്നിട്ടും ബാലിയെ ഒളിയമ്പെയ്ത് വധിച്ചു അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അർത്ഥം എന്താണെന്ന് നമുക്ക് സാധാരണ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ വളരെ വിഷമാണ്. ആരെയാണ് ബാലി എന്ന് പറഞ്ഞാൽ? ചില്ലറക്കാരനൊന്നുമല്ല. രാവണനെ വാലിൻ്റെ അറ്റത്ത് കെട്ടിയിട്ട ആട്ടിയ ആളാണ് ബാലി. രാവണൻ ആരാ? കൈലാസം അമ്മാനം ആടിയ ആളാണ് അല്ലേ? കൈലാസം അമ്മാനമാടിയ ഒരു അത്ര ശക്തിയിലാണ് രാവണൻ. ആ രാവണനെ വാലമ്പിൽ കെട്ടി വലിച്ചു വെച്ചാൽ എന്തായിരിക്കും ബാലിയുടെ ഒരു ശക്തി അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബാലിയെ കൊല്ലാൻ അതിലും ശക്തനായിട്ടുള്ള ഭഗവാന് മാത്രമേ പറ്റുള്ളൂ. അത് മാത്രമല്ല, ബാലിക്ക്, അത് നമ്മൾ രാമായണത്തിൽ ഉണ്ടല്ലോ, ബാലിക്ക് എങ്ങനെയാ വെച്ചാൽ ആരോടാ യുദ്ധം ചെയ്യണം ചോട്ടെ, ആ ആളുടെ പകുതി ബലം കൂടിയും ബാലിക്ക് കിട്ടും. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ നേരിട്ട് നിൽക്കാണ്ടിരുന്നത്. നേരിട്ട് നിന്നാൽ ഭഗവാന്റെ ബലം കൂടി കൊടുക്കണേ, അപ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ഒളിഞ്ഞു നിന്നിട്ട് അമ്പെയ്തത്. കാരണം അങ്ങനെ മാത്രമേ ബാലിയെ കൊല്ലാൻ പറ്റുള്ളൂ. ബാലി അപ്പോൾ ആ സമയത്ത് ബാലിയെ കൊല്ലണം. കാരണം ബാലി ദുഷ്ടത ചെയ്തു വെച്ചിട്ട്. അല്ല, അതിൻ്റെ എക്സ്പ്ലനേഷനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം പല അഭിപ്രായക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ പാർത്ഥൻ്റെ സാരഥിയായി എന്തു വേണമെങ്കിൽ ചെയ്തു അല്ലേ? പക്ഷേ മറ്റേ ഒളിയമ്പ് ചെയ്ത് കൊള്ളു. അപ്പോൾ ഒരാൾ ഭക്തനാണെന്ന് പറയാം. പിന്നെ ശരിക്ക് ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുണ്ട്, കൃഷ്ണ യുദ്ധത്തിൽ തേര് തെളിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ ചാട്ടെടുത്ത് കുതിരയും രഥത്തിൽ കയറി ഇരുന്നിട്ട് അർജുനൻ്റെ തേര് തെളിച്ചു. അത് അർജുനന് മാത്രമല്ല ശരിക്കും അതൊരു അനുഗ്രഹമായുള്ളൂ. നമുക്ക് പിന്നെ ജനിക്കാൻ പോണ സകലർക്കും അനുഗ്രഹമായി. എന്താ കാരണം വെച്ചാൽ അവിടെ വെച്ചിട്ടാണ് അർജുനൻ യുദ്ധം ചെയ്യാൻ വയ്യ പറഞ്ഞു അല്ലേ? അപ്പോഴല്ലേ ഭഗവത്ഗീത ഉപദേശിച്ചത് ഭഗവാൻ. അപ്പം ഭഗവാൻ രഥത്തിലിരുന്ന് തേരാളിയായിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചതും ആയുധമൊന്നും എടുക്കാത്തതുകൊണ്ട് ഭഗവാൻ ഫ്രീ ആണ്. ഇതൊക്കെ ഉപദേശിച്ച് പിന്നെ അർജുനെ നല്ല യുദ്ധത്തിന് തയ്യാറാക്കിയെന്ന് മാത്രമല്ല, നമുക്കെല്ലാം ഭഗവത്ഗീത തരുകയും ചെയ്തു അല്ലേ? ഉപനിഷത്തിൻ്റെ മുഴുവൻ സകല ഉപനിഷത്തിൻ്റെയും സാരസർവസ്വമായിട്ടുള്ള ഭഗവത്ഗീത ലോകത്തിന് തന്നെ സമ്മാനിച്ചു അല്ലേ? അതാണ് ഇപ്പോൾ അതിൽ പറഞ്ഞത്. പാവം ബാലിവധത്തിന് എന്താ ചെയ്യുക? ബാലിവധത്തിൽ എത്ര ശരിക്കും പറയാച്ചാൽ ബാലിയും വലിയ ഭക്തനോ കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ ഇങ്ങനെ വേറൊരു ഇന്ദ്രാത്മജനെ അധർമ്മാണെന്ന് നമുക്ക് തോന്നാൻ തക്കോണം. പക്ഷേ ഭഗവാൻ അധർമ്മാന്നൊട്ടും വിചാരിച്ചിട്ടൊന്നുമല്ല. കർത്തൃത്വവും ഭോക്തൃത്വവും ഭഗവാനില്ല, ഞാനാ ചെയ്യണമെന്നുള്ള വിചാരമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒളിയമ്പ ഇത് കൊന്നു. അപ്പോൾ ഭഗവാന്റെ ഈ പരസ്പര വിരുദ്ധാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാൻ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ അത്ഭുതമാവുന്നു. അതായത് ഭഗവാന്റെ ലീലകളൊക്കെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മളല്ലേ, അനവധി കാര്യം ഇതിൽ എടുത്തു പറഞ്ഞു അല്ലേ? ശൂർപ്പണഖയുടെ, ത്രിവക്രയുടെ, ഇങ്ങനെ നമുക്ക് പരസ്പര വിരുദ്ധമായിട്ട് നമ്മളിപ്പോൾ ഇതുവരെ പല ശ്ലോകത്തിൽ പറഞ്ഞു. ഇതൊക്കെ ഭയങ്കര നമുക്ക് ആശ്ചര്യം ആണ്. കാരണം ഭഗവാന്റെ ചില ചെയ്തികളൊക്കെ ഒന്നും നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല, അതാർക്കും അറിയൂല്ല. അതിനൊക്കെ നമുക്കറിയാത്ത കാരണങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ചിന്തയ്ക്കും ഒക്കെ അതീതാണ് ഭഗവാൻ. ഭഗവാനറിയാം എന്താണ്. അങ്ങനെ
അതാണ് ഇപ്പോൾ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. മറ്റേ ശ്ലോകങ്ങളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ 2 എപ്പിസോഡും വെച്ച് പറഞ്ഞത്. ഇനി നമുക്ക് 36 കൂടിയും ചെയ്യാം. കാരണം ഇതിലത്ര എക്സ്പ്ലനേഷൻ അത്രയേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ ഉള്ള പോലെ തന്നെ അത്ഭുതം, ആശ്ചര്യം. അതുകൊണ്ട് എന്നെ ഭക്തനായിട്ടുള്ള എന്നെ അർജുനെ രക്ഷിച്ച പോലെ രക്ഷിക്കണമെന്ന് പറഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം. മറ്റേത് ദുഷ്ടത കൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് പറയാം. അപ്പം നമുക്ക് അധർമ്മ തോന്നിച്ചാലും ഇനി നമുക്ക് 35 വായിച്ച് 36 പോവാം. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യുയുധി തേർപൂട്ടി നിന്നു ബത. ആശ്ചര്യം. ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരിന്ദ്രാത്മജനെ ഹരിനാരായണായ നമ. രണ്ടും ഇന്ദ്രൻ്റെ മക്കളാണ്. എന്നിട്ട് എന്തേ ഇങ്ങനെ 2 തരത്തിൽ പെരുമാറിയത് ചോദിച്ചാൽ ആശ്ചര്യം എന്നേ പറയാള്ളൂ. ഇനി 36. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻ മഹിമ ആർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരിനാരായണായ നമ. ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ ആ അർത്ഥം നോക്കുമ്പോൾ ഭഗവാൻ എല്ലാ ദിക്കിലും സർവ്വവ്യാപിയാണ് അല്ലേ. ഓംനി പ്രസൻ്റാണ്, ഓംനി പൊട്ടൻ്റാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനൊക്കെയാണ് അല്ലേ. അപ്പം നമുക്ക് ഭഗവാന്റെ കാണാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ഭഗവാൻ എല്ലാ ദിക്കിലും ഉണ്ട്. ആ ഒരു പരമാത്മ ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ ഇവിടെ ഒന്നും വർക്ക് ചെയ്യില്ല. എല്ലാം ജഡം. പരമാത്മ സാന്നിധ്യം ഉണ്ടാവുകൊണ്ടാണ് എല്ലാം ചൈതന്യവത്താകുന്നത്. അപ്പം നമുക്ക് അർത്ഥം നോക്കുക. ഛന്നത്വമാർന്ന വെണ്ണീറുകൊണ്ട് മൂടിയ, ഛന്നത്വമാർന്ന വെച്ചാൽ വെണ്ണീറാൽ മൂടിയ, വെണ്ണീറുകൊണ്ട് മൂടിയിട്ടുള്ള കനൽ പോലെ, അതായത് വെണ്ണീർ കൊണ്ട് മൂടിയ നല്ല തിളങ്ങുന്ന ശോഭിക്കുന്ന കനൽക്കട്ട പോലെ. അതായത് വെണ്ണീർ കൊണ്ടങ്ങ് ഇട്ട് മൂടിയാൽ എത്ര ലൈവായിട്ടുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന കനൽക്കട്ടയാണെങ്കിൽ നമുക്ക് കാണില്ലല്ലോ. കത്തല്ല, ആ എന്താ പറയുക, ആ തേജസ് നഷ്ടപ്പെടാത്ത കനൽക്കട്ടയാണെങ്കിലും അതിൻ്റെ മീതെ വെണ്ണീറിട്ടാൽ നമുക്കത് കാണാൻ പറ്റില്ല. അതിൻ്റെ അടിയിലിങ്ങനെ പുകയുണ്ട്, പക്ഷെ നമുക്ക് കാണില്ല. അതുപോലെയാണ് ഭഗവാൻ. നിറഞ്ഞുലകിൽ, ലോകം മുഴുവൻ നിറഞ്ഞ് ചിന്നുന്ന, സദാ സ്വയം പ്രകാശസ്വരൂപനായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന നിൻ മഹിമ ഈശ്വര, അങ്ങയുടെ മാഹാത്മ്യം ആർക്കും തിരിക്കരുത്, ആർക്കും തിരിച്ചറിയാൻ കഴിയാത്തതാണ് എന്നർത്ഥം. തിരിക്കരുത് പറഞ്ഞു വെച്ചാൽ തിരിച്ചറിയാൻ കഴിയാത്ത, പഴയ മലയാളമല്ലേ. മാമുനികൾ, അതായത് വലിയ വലിയ മഹർഷി വര്യന്മാരാകട്ടെ, എന്ത് അന്നു കണ്ടതിനെ, ഓരോ സന്ദർഭത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങളെയും അവർക്ക് തെളിഞ്ഞു വന്ന സത്യത്തെയും വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു എന്നത്രേ തോന്നി എന്നാണ് എനിക്ക് തോന്നണതെന്ന് പറയാണ് എഴുത്തച്ഛനെ. അതായത് അവർ പറയണതും പൂർണ്ണമാണെന്ന് നമുക്ക് എടുക്കാൻ വയ്യ. അവർക്ക് അതാത് സമയത്ത് അവർക്കുണ്ടാവണ അനുഭവവും അവർക്ക് തെളിഞ്ഞു വന്ന സത്യത്തിനെ പറ്റി അവർ പറയണു. അത് പൂർണ്ണമായി ഭഗവാന്റെ മഹത്വത്തിന് അത് പൂർണ്ണമായി പറഞ്ഞു അവരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് അപ്പം മനസ്സിലായത് അപ്പപ്പം തോന്നി അപ്പപ്പം അത് സ്തുതിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് ഇനി അതിൽ നമുക്ക് പോകുമ്പോൾ അത് വളരെ നല്ല, എനിക്ക് വലിയ ഇഷ്ടമായിട്ടുള്ള ശ്ലോകം അത്. അതായത് എത്ര തിളങ്ങണ തീക്കട്ടയായാലും വെണ്ണീറുകൊണ്ട് മൂടിക്കിടക്കുമ്പോൾ അതിൻ്റെ തിളക്കവും പ്രകാശവും നമുക്കറിയാൻ പറ്റുമോ? അതായത് അതിൻ്റെ അടിയിൽ കണല ഉണ്ടെന്ന് പോലും നമുക്ക് തോന്നില്ല അല്ലേ. അതുപോലെയാണ് എല്ലാറ്റിൻ്റെ ഉള്ളിലും പുറത്തും സ്വയം പ്രകാശസ്വരൂപനായിട്ട് എപ്പോഴും വർത്തിക്കുന്ന ഈശ്വരനെ മായ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ ശക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ശക്തിയുടെ മാഹാത്മ്യം നമുക്കറിയാൻ കഴിയാത്തത്. അപ്പോൾ ഇവിടെ മായ ഈ വെണ്ണീർ പോലെയാണ്. കനൽക്കട്ട ഭഗവാനാന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ പരമാത്മ ആ പരബ്രഹ്മം തന്നെയാണെന്ന് വിചാരിച്ചോളൂ, പരമാത്മ ചൈതന്യം തന്നെയാണെന്ന് വിചാരിച്ചോളൂ കനൽക്കട്ട.
വെണ്ണീർ കൊണ്ട് മറയ്ക്കുമ്പോൾ കാണില്ലല്ലോ, അവിടെ ഉണ്ട്. അതുപോലെ മായയാൽ, ഇവിടെ മായ ആണ് വെണ്ണീർ, അതുപോലെ മായയാൽ മറയ്ക്കപ്പെട്ടതാണ് ആ സ്വയം പ്രകാശ സ്വരൂപനായിട്ട് എല്ലാ ദിക്കിലും പ്രകാശിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലും പുറത്തും നമ്മുടെ എല്ലാ അന്തര്യാമിയായിട്ട് അതങ്ങോട്ട് പോയാൽ കഴിഞ്ഞു, നമ്മൾ വീണു ഇല്ലേ? അതാണല്ലോ മരണം അല്ലേ? നമ്മൾ ആ ചൈതന്യം നമ്മുടെ ദേഹത്തിന് വിട്ടുപോയ, ദേഹം ശരിക്കും ജഡാണേ. സോറി, ഒരു സ്പോസ് വേണ്ടി വന്നു. ദേഹം ശരിക്കും ജഡാണ്, അതിനെ ചൈതന്യവത്താക്കുന്ന ചൈതന്യമാണല്ലോ. അതുപോലെയാണ്. അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ ഭാഗവതത്തിൽ നമ്മൾ കണ്ടു ഒരു ഉദാഹരണം, പിന്നെ ഭാഗവതത്തിലുണ്ട്, അത് ഓർമ്മ വന്നു. അതായത് ഈ നോക്കൂ, എല്ലാ മരത്തിൻ്റെ ഉള്ളിലും കത്താനുള്ള ശക്തി ഡോർമെൻ്റായിട്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണങ്ങിയ മരക്കഷ്ണം ഏതെടുത്താലും, ഉണങ്ങിയൊരു വലിയ മരം തന്നെ എടുത്താലും വെള്ളം പാടില്ലെന്ന് മാത്രം, അതിൻ്റെ ഉള്ളിലൊക്കെ, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വേണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലെല്ലാം തണുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലും ഉണ്ട്. പക്ഷേ നമുക്കത് പെട്ടെന്ന് പിന്നെ കത്തിക്കാനായിട്ട് പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഡ്രൈ ആയിട്ട് വേണം മാത്രം. അപ്പം ഇങ്ങനെ കത്തുന്ന, അതായത് ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള എല്ലാറ്റിൻ്റെ ഉള്ളിലും ആ കത്താനുള്ള ശക്തി ഉണ്ട് അല്ലേ? ഇപ്പോൾ ഒരു മരം എടുക്കാം, നമുക്ക് ആ മരത്തിനുള്ളിൽ കത്താനുള്ള ശക്തി ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കത്തിക്കാൻ ഒന്നെങ്കിൽ ഫ്രിക്ഷൻ അല്ലേ, ഉരച്ചിട്ടോ എങ്ങനെയെങ്കിലും ആ ഇതുണ്ടെങ്കിൽ അത് ഉടനെ ഇങ്ങോട്ട് കത്തും. അപ്പോൾ കത്താനുള്ള ശക്തി അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ കത്തിക്കണം അല്ലേ? എന്നാൽ ആണ് കത്തും. എല്ലാ സാധനവും ഇല്ല കേട്ടോ, കത്തുന്ന സാധനങ്ങളേ ഉള്ളൂ അല്ലേ? ഇപ്പം മണ്ണിൻ്റെ ഉള്ളിൽ കത്താനുള്ള ശക്തി ഒളിഞ്ഞിരിക്കണില്ലല്ലോ. മണ്ണിൻ്റെ ഉള്ളിൽ ഗന്ധമുണ്ട്, അത്രയേ ഉള്ളൂ അല്ലേ? ബാക്കി കത്താനുള്ള ശക്തി ഇരിക്കില്ല. അതുപോലെ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും, ഈ ഭഗവാൻ തന്നെയാണ് വിശ്വാകാരായി നിൽക്കണതേ. അതായത് മണ്ണ് തന്നെയാണ് മൺപാത്രങ്ങൾക്ക് ആധാരം. അപ്പോൾ ഈ വിശ്വത്തിൻ്റെ മുഴുവൻ ആധാരമായി നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷേ മായ കാരണം നമുക്ക് ആ ആധാരത്തിനെ മനസ്സിലാക്കാനോ സാന്നിധ്യം അറിയാനോ സാധിക്കണില്ല. മായ ആദ്യം ചെയ്യണത്, നമ്മൾ പറഞ്ഞുല്ലോ, മായ ആദ്യം ചെയ്യണത് പരമാത്മാവിനെ ആവരണം ചെയ്യും. പിന്നെ ഇല്ലാത്തതൊന്നുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യും നമ്മളെ. മായയ്ക്ക് രണ്ട് കാര്യമുണ്ട്. ഇങ്ങനെ പൂർണ്ണമായിട്ട് മായാമറ മാറുന്നത് വരെ, അതായത് മായ മറച്ചിരിക്കുകയാണ് പരബ്രഹ്മത്തിനെ, ആ മായാമറ മാറുന്നത് വരെ ആർക്കും ഈശ്വരൻ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പരമാത്മ ചൈതന്യത്തിൻ്റെ മഹിമ ആർക്കും അറിയാൻ കഴിയില്ല. മാത്രമല്ല ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയായിത്തീരുന്നു എന്നാണല്ലോ. അതായത് ഉപ്പുപാവോട് പോയിട്ട് കടലിൻ്റെ, ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുമല്ലോ, ഉപ്പുപാവ ഒരു നൂലിൽ കെട്ടിയിട്ട്, ഉപ്പുകൊണ്ടൊരു പാവ ഉണ്ടാക്കിയിട്ട് നൂലിൽ കെട്ടിയിട്ട് കടലിൻ്റെ ആളളന്ന് വരുമെന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇട്ടാൽ ഉപ്പുപാവ തിരിച്ചു വരുമോ? കടൽ തന്നെ ആയിത്തീർന്നു ഇല്ലേ? അതിലലിഞ്ഞു. അപ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞാൽ ബ്രഹ്മം തന്നെ ആയിത്തീരും. അതുകൊണ്ട് ദ്വൈതത്തിൽ നമ്മൾ ഈ ദ്വൈതാവസ്ഥയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പല പല മഹാത്മാക്കളായിട്ടുള്ള ഋഷിവര്യന്മാരും നമ്മുടെ പൂർവ്വസൂരികളൊക്കെ സത്യദർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ദ്വൈതത്തിൽ നിൽക്കുമ്പോഴേ. അത് അദ്വൈതാവസ്ഥയത്തെ പൂർണ്ണ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നവയാണെന്ന് പറയാൻ വേണമെങ്കിൽ നമ്മളെ അതിലേക്ക് നയിക്കുന്നതാണ്. അവർ ദ്വൈതാവസ്ഥയിൽ ഇരുന്ന് ഉണ്ടായിട്ടുള്ള സത്യദർശനങ്ങളൊക്കെ അദ്വൈതാവസ്ഥയിൽ, അവർ തന്നെ അദ്വൈതാവസ്ഥയിൽ എത്തിയിട്ടുണ്ടായ അനുഭവത്തിന് തുല്യമല്ല. കാരണം അത് ആർക്കും പറഞ്ഞറിയിക്കാൻ വയ്യ, ഒരാൾക്ക് അനുഭവമാവാനേ പറ്റുള്ളൂ. ആ അദ്വൈതാനുഭവം ഉണ്ടല്ലോ, ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആ അനുഭവം നമുക്ക് ഒരാൾക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അത് അനുഭവമാകാനേ പറ്റൂ ഒരാൾക്ക്. അതുകൊണ്ടാണ് പറയണ ഈ സത്യദർശനങ്ങളൊക്കെ നമ്മളെ സത്യസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. പക്ഷേ ദ്വൈതാവസ്ഥയിൽ അത് പൂർണ്ണമല്ല. അത് നമുക്ക് ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. മനസ്സിനതീതാണ്, അനുഭവവേദ്യമാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്.
അപ്പം അതുകൊണ്ട് അവയെ ഇപ്പം ഈ ഇവരുടെയൊക്കെ ദർശനങ്ങൾ, വലിയ മഹർഷിവര്യന്മാരുടെ ദർശനങ്ങൾ പിന്നെ മോശമാണോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല എന്നല്ല കേട്ടോ അർത്ഥം, വളരെ വിലപ്പെട്ടതാണ്. എന്താ വെച്ചാൽ അത് നമ്മളെ പൂർണ്ണ അല്ല എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ആ ദർശനങ്ങളിൽ കൂടി നമ്മളെയും അനുഭവസ്ഥരാക്കും. ഏത്? ഞാൻ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള അനുഭവം നമുക്ക് ആദ്യം അറിവ് വരും. ആ അറിവ് നമുക്ക് അനുഭവമാക്കി തരാൻ ഈ മഹർഷിവര്യന്മാരുടെ അത് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അതാണ് അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നതുകൊണ്ട് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്. ഓരോ മഹർഷിമാർക്കും ഓരോ തരത്തിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവണതേ. ആ അനുഭവങ്ങൾ അവർ വാക്കുകൊണ്ട് പറയാവുന്ന തരത്തിൽ പറയുകയാണ്. പക്ഷേ ബ്രഹ്മാനുഭവം വാക്കിനൊക്കെ അതീതാണ്. അതുകൊണ്ടാണ് അത് പൂർണ്ണമല്ല പറയണത്. പക്ഷേ വളരെ വിലപ്പെട്ടതാണ്, നമ്മളെ ബ്രഹ്മാനുഭവത്തിലേക്ക് നയിക്കും. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഭഗവാന്റെ വിവിധ നാമരൂപങ്ങൾ മാത്രമാണ്. എങ്കിലും അതായത് നമ്മൾ കാണുന്നത് മുഴുവൻ ഭഗവാൻ തന്നെയാണ് ശരിക്ക്. പക്ഷെ നമ്മൾ എല്ലാം ഭഗവത് സ്വരൂപമാണ് ശരിക്ക്. പക്ഷേ ഈ മായ കാരണം നമ്മളെന്താ അറിയോ, നമുക്ക് ഭേദഭാവന ഉണ്ടാവുകയാണേ. അത് കാരണം എന്താ, നമ്മളവയെ മനുഷ്യനായിട്ടും മൃഗമായിട്ടും ഭൂമിയായിട്ടും വെള്ളമായിട്ടും ഒക്കെ കാണുകയാണ് നമ്മളെ. ഇങ്ങനെ മായ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ആ പരമ്പൊരുളിനെ, അതായത് എഴുത്തച്ഛൻ്റെ ഭാഷ ഉപയോഗിക്കാച്ചാൽ മായ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ആ പരമ്പൊരുളിനെ വളരെ വലിയ ഋഷിമാരൊക്കെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും ഒക്കെ വാഴ്ത്തി സ്തുതിക്കുന്നുണ്ട് പല ദിക്കിലും. അതൊക്കെ അവർക്ക് ആ സമയത്ത് അപ്പപ്പം ലഭിച്ച ദർശനങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ആണ്. അല്ലാതെ അത് സമഗ്രമായിട്ടുള്ള ഒരു ദർശനമാണെന്ന് തോന്നുന്നില്ല എന്ന് എഴുത്തച്ഛൻ പറയുകയാണ്. പൂർണ്ണമാവാൻ വയ്യ, കാരണം വാക്കുകൾക്കും ദർശനങ്ങൾക്കൊക്കെ അതീതമാണ്, അനുഭവമാണ്. അപ്പോൾ അത് അനുഭവിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ മധുരം, നല്ല മധുരം ഉണ്ടെന്ന് നമുക്ക് പറയാം ഇല്ലേ? ആ മധുരം അനുഭവിക്കണമെങ്കിൽ തിന്നെ വേണമല്ലോ. അതുപോലെ അത് അവനവന് ഒരാൾക്ക് അനുഭവവേദ്യം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. അവർ ഈ ഇങ്ങനെ മായോണ്ട് ആവരണം ചെയ്ത് ഈ പരമ്പൊരുളിനെ വലിയ മഹർഷിവര്യന്മാരൊക്കെ വേദത്തിലും ഉപനിഷത്തുകളിലും നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഒരു സ്തുതികളൊക്കെ ഉണ്ടല്ലോ. ഭഗവാനെ അതായത് നിഷ്കളബ്രഹ്മമായിട്ട് സ്തുതിക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ അവനവൻ തന്നെ അനുഭവിക്കണേ. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ പറഞ്ഞത് ഇതെല്ലാം അവർക്ക് അപ്പപ്പം ലഭിക്കുന്ന ദർശനങ്ങളല്ലാതെ ഒരു സമഗ്ര ദർശനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മളെ പരസ്പര വിരുദ്ധമായിട്ടുള്ള എന്ന് പ്രത്യക്ഷത്തിൽ തോന്നണ കുറേ കാര്യങ്ങൾ എഴുത്തച്ഛൻ പറഞ്ഞു അല്ലേ. അത് വാസ്തവത്തിൽ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് പറഞ്ഞതിൻ്റെ ഒരു എന്താ പറയുക, ഇൻ്റർപ്രിട്ടേഷനാണ് നമുക്ക് പറയാം. അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് എഴുത്തച്ഛൻ ഈ അനവധി പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള എപ്പിസോഡൊക്കെ പറഞ്ഞതിന് ശേഷം ഇത് പറയുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ശരിക്കും അതിനെ മുഴുവൻ ഒന്ന് അദ്ദേഹം ക്രോഡീകരിച്ച് പറയുകയാണ്. അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഒന്നും പൂർണ്ണമല്ല, ഒരു എക്സ്പ്ലനേഷനും ഒരു വർണ്ണനവും ഒന്നും പൂർണ്ണമല്ല. പൂർണ്ണമാവണത് എപ്പോഴാണ്? അതൊക്കെ വായിച്ച ആ ആളൊക്കെ ഉപാസകൻ അല്ലെങ്കിൽ സാധകൻ എപ്പോഴാണ് ആ ബ്രഹ്മാനുഭവം ഉണ്ടാവണേ? അപ്പോൾ അല്ലേ അത് പൂർണ്ണമാവുള്ളൂ. അത് പൂർണ്ണമായാലും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂലേ, അതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള സത്യദർശനം മഹാത്മാക്കളായ മുനികൾക്ക് പോലും കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അവർക്കത് ഈ പറയണത് അതല്ലാണ്. നമുക്ക് പറഞ്ഞു തരണതൊന്നും ആ പൂർണ്ണ ദർശനങ്ങളല്ല. അഥവാ കിട്ടിയാലിത് അനുഭവമാക്കാനല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് അവർ അനുഭവം ഉണ്ടായി അവർ ബ്രഹ്മജ്ഞാനിയായി തീരും, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ അനുഭവം ആവണില്ല, അവരുടെ അനുഭവമേ ആവുള്ളൂ. നമുക്കിതൊക്കെ പക്ഷെ വളരെ വിലപ്പെട്ടതാണ്. കാരണം
നമ്മളെ ഇതുപോലുള്ള അവർക്ക് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് ആത്മാനുഭവം വെച്ചാൽ അതുപോലത്തെ ആത്മാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും ഈ അപൂർണമായിട്ടുള്ള സത്യദർശനങ്ങൾ. അത് അപൂർണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഇതിൽ. അപ്പം ശരിക്കും പറയാ ഈ ശ്ലോകം ഇതുവരെ പറഞ്ഞ പരസ്പര വിരുദ്ധമായിട്ടുള്ളതിനൊരു എക്സ്പ്ലനേഷൻ തന്നു. ഏത് ഈ മുനികൾക്കൊക്കെ അതാത് പറയുന്ന സമയത്ത് അത് അപൂർണമാണ്, നമുക്ക് അനുഭവം വന്നാൽ തന്നെ അത് പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് ഇതിൽ പറഞ്ഞു. എനിക്ക് പറയാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പക്ഷെ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതൊക്കെ. പക്ഷേ അത്ര ഒരു ഇത് പറഞ്ഞ് എനിക്ക് പറഞ്ഞത് ശരിയായി ഒന്നും അറിയില്ല. എല്ലാവരും തെറ്റോ കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പം ഞാൻ 36-ാമത്തെ ശ്ലോകം ഒന്നും കൂടി വായിച്ച് ഇത് നിർത്താം. ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിന്മഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികളെന്നത്രേ തോന്നി. ഹരിനാരായണായ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.